വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ 2 വീക്ക് കൊണ്ട് നമ്മുടെ സ്കിൻ നല്ലോണം വൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതുമാത്രമല്ല, നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഡാർക്ക് സ്പോട്ട് ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് നന്നായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള എക്സാക്റ്റ് കാര്യങ്ങൾ ഒക്കെ ഞാൻ പ്രോപ്പറായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്താൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് വെച്ചാൽ പിഗ്മെൻറ്റേഷനോ അല്ലെങ്കിൽ സ്കിൻ വൈറ്റനിങ് മാത്രമല്ല, എക്സാക്ട്ലി ഈ ഒരു ഇൻഗ്രീഡിയൻസിലൊക്കെ വൈറ്റമിൻസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ നല്ലോണം നമ്മുടെ സ്കിന്നിന് ഉണ്ടാകുന്ന ആ ഒരു ഡ്രൈനെസ് ഒക്കെ നമുക്ക് നന്നായിട്ട് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, ഇനിയിപ്പോൾ UV ഡാമേജസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് നന്നായിട്ട് റിമൂവ് ചെയ്യാനും റിഡ്യൂസ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മളെ എപ്പോഴും യങ് ആൻഡ് പ്രിറ്റി ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നാച്ചുറൽ ഹോം മെയ്ഡ് പാക്കാണ്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ സ്കിൻ നല്ലോണം ബ്രൈറ്റൻ ചെയ്യാനും സ്കിന്നിനെ ഒന്നുകൂടെ ഹെൽത്തി ആക്കാനും സ്ട്രെങ്തൻ ചെയ്യാനൊക്കെ ഹെൽപ്ഫുള്ളാണ്. ഇനിയിപ്പോൾ റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ കൊണ്ടിട്ട് വിഷമിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനൊക്കെ ഒരു റിലീഫായിട്ടും, അതേപോലെ തന്നെ ആക്നി പ്രൂൺ സ്കിന്നിനൊക്കെ വളരെ ബെനഫിഷ്യലാണ് ഈ ഒരു പാക്ക്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഹീറോ ഇൻഗ്രീഡിയൻറ്റ് മുൾട്ടാനിമിട്ടിയാണ്. അപ്പോൾ നീഡഡ് ക്വാണ്ടിറ്റി മുൾട്ടാനിമിട്ടി ഒരു ബൗളിലെടുക്കുക. അതിലേക്ക് നമ്മൾ റോസ് വാട്ടർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ടാമതായിട്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. വീണ്ടും നമ്മൾ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് കോൺഫ്ലോറും പിന്നെ നമ്മുടെ അരിപ്പൊടിയും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നമുക്ക് തനിത്തനിയായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നിങ്ങൾ മൈൻഡിൽ വെക്കുക. ആദ്യം മുൾട്ടാനിമിട്ടി, അതിനുശേഷം നമ്മൾ റോസ് വാട്ടർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് അരിപ്പൊടിയും കോൺഫ്ലോറും ആണ് അടുത്തായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു മിക്സറിലേക്ക്. അപ്പോൾ ഇത്രയും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തൊരു പേസ്റ്റ് രൂപേണ ആയിട്ട്, തിക്ക് പേസ്റ്റ് രൂപേണ വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ ഫേസ് ഓവറോൾ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് ബെറ്റർ ഓപ്ഷൻ. ബിക്കോസ് എങ്കിൽ മാത്രമേ ഉള്ളൂ എക്സാക്ട്ലി നമ്മുടെ സ്കിൻ ഓവറോൾ ഈ ഒരു പാക്ക് എത്തുള്ളൂ. നമ്മൾ കൈ വെച്ച് അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടിലും ആ ഒരു സ്മൂത്ത് ഫിനിഷ് കിട്ടാനും ഈ ഒരു പാക്കിൻ്റെ എക്സാക്റ്റ് ബെനിഫിറ്റ് ഒക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ബ്രഷ് തന്നെ യൂസ് ചെയ്യുക. നമ്മുടെ സ്കിൻ നല്ലോണം ക്ലിയർ ആവാനും, അപ്പോൾ കോൺഫ്ലോറിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ അറിയാമല്ലോ, ഒരുപാട് വൈറ്റമിൻസ്, അതായത് മെയിൻലി പറയുകയാണെങ്കിൽ വൈറ്റമിൻ ഇ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ടിട്ട് തന്നെ ഡ്രൈനെസ് ഒക്കെ നല്ലോണം റെഡ്യൂസ് ചെയ്യും. പിന്നെ റോസ് വാട്ടർ ഉണ്ട്. റോസ് വാട്ടറും ഇതേപോലെ തന്നെ നമ്മുടെ സ്കിൻ നല്ലതായിട്ട് ഒന്ന് സോഫ്റ്റൻ ചെയ്യാനും സപ്പിളാക്കാനും ആ ഒരു ഗ്ലോ ഒക്കെ നൽകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ മുൾട്ടാനിമിട്ടി ആണെങ്കിലും നമ്മുടെ റോസ് വാട്ടർ ആണെങ്കിലും റൈസ് ഫ്ലോറും പിന്നെ നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കോൺഫ്ലോറാണ്. ഈ മൂന്നെണ്ണത്തിൻ്റെ മെയിനായിട്ടുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ കോളജൻ പ്രൊഡക്ഷൻ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്തിട്ട് ആ ഒരു സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റിയും ആ ഒരു ഏജിങ് പ്രോസസ്സൊക്കെ നന്നായിട്ട് സ്ലോ ഡൗൺ ചെയ്യും. അതുമാത്രമല്ല, നമ്മുടെ സ്കിൻ നല്ലോണം ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു 4 ഇൻഗ്രീഡിയൻസിലും ഈ ഒരു ബെനിഫിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഈ ഒരു പാക്ക് ഇടുമ്പോൾ തന്നെ നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് നമുക്ക് കിട്ടും. അപ്പോൾ 2 ആഴ്ച വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ആഴ്ചയിൽ എത്ര ദിവസമൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ, ഒരാഴ്ചയിൽ നമ്മൾ 3 ദിവസം, അതും ഇടവിട്ട് വേണം, ഓൾട്ടറായിട്ട് വേണം നമ്മളിത് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. തുടരെ അപ്ലൈ ചെയ്യരുത്. എന്നിട്ട് എത്ര നേരം വെക്കണം എന്ന് നോക്കുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഒക്കെ നമ്മുടെ ഫേസിൽ വെച്ചാൽ മതി. മാക്സിമം നിങ്ങൾ 15 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി. അതിനുശേഷം നമ്മൾ നന്നായിട്ട് പ്ലെയിൻ വാട്ടറിൽ വാഷ് ഓഫ് ചെയ്യുക. വാഷ് ഓഫ് ചെയ്യുമ്പം അരിപ്പൊടിയുടെ ആ ഒരു കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു സ്ക്രബിങ് ആയിട്ടും നമ്മുടെ സ്കിന്നിൽ ആക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു തരിതരിപ്പൊക്കെ ഫീൽ ചെയ്യും. മെല്ലെ നമ്മൾ സ്ക്രബ് ഔട്ട് ചെയ്തിട്ട് വേണം വാഷ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്ക്രബിൻ്റെ എഫക്റ്റും പാക്കിൻ്റെ എഫക്റ്റും എല്ലാം നമുക്ക് കിട്ടും. റോസ് വാട്ടറൊക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ട് ഓൾമോസ്റ്റ് ഒരു ഫേഷ്യലിൻ്റെ എഫക്റ്റും കിട്ടും. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇതേപോലെ നിങ്ങൾ ആഴ്ചയിൽ 3 പ്രാവശ്യം വെച്ചിട്ട് 2 ആഴ്ചയിൽ ഏറെക്കുറെ 2 ആഴ്ചയാകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എത്രമാത്രം ആകും എന്ന്. അതായത് 6 ടൈംസ് നമ്മൾ ഈ ഒരു പാക്ക് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്നതാണ്. ശരിക്കും ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി. ഇന്നാണ് എനിക്ക് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഫേസ് വൈറ്റനിങ് പാക്ക്, ഇനി അതുമാത്രമല്ല നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ആ ഒരു പിഗ്മെൻറ്റേഷനും എന്തൊക്കെ പ്രോബ്ലം ഉണ്ടോ, ഡ്രൈനെസ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ ഈസി പീസി ആയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി, പക്ഷേ നല്ല ബെനിഫിറ്റും കിട്ടും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ആൻഡ് ഓൾസോ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.